സൂര്യോദയാസ്തമയ കാഴ്ചകൾ 360 ഡിഗ്രി വ്യൂ പോയിന്റിൽ നിന്ന് ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും? അങ്ങ് ഇവിടെ നിന്ന് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമോ? തീർച്ചയായും നമ്മുടെ ശാസ്താംപാറയിലെത്തിയാൽ മതി. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറ. ശാസ്താംപാറയിലെ സൂര്യാസ്തമയ കാഴ്ചകൾ, രാത്രി കാഴ്ചകൾ എന്നിവയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പകലിന് യാത്ര പറയാനായി, ചന്ദ്രനെ അടുത്തറിയാനായി നമുക്ക് ശാസ്താംപാറയിലെത്താം. ശാസ്താംപാറയുടെ പകൽ കാഴ്ചകളും അതുപോലെ തന്നെ ശാസ്താംപാറയുടെ പൂർണ്ണ വിവരണവും അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ രാത്രികാല കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് രാത്രി കാഴ്ച. പകലിൽ 360 ഡിഗ്രി വ്യൂ പോയിന്റിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അതിലും അപ്പുറമാണ് ഇവിടെ രാത്രിയായി കഴിഞ്ഞാൽ. കേരള ടൂറിസത്തിൽ ഇടം പിടിച്ച തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽ പഞ്ചായത്തിലെ ശാസ്താംപാറ. പകൽ സമയങ്ങളിൽ സൂര്യൻ്റെ പൊൻകിരണങ്ങളാൽ നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന കാഴ്ചകൾ പോലെ തന്നെയാണ് രാത്രിയുടെ യാമങ്ങളിൽ നമുക്ക് മുന്നിലെത്തുന്ന കാഴ്ചകളും. പകലിൽ തിരുവനന്തപുരം സിറ്റിയും അറബിക്കടലും അഗസ്ത്യകൂടവും പ്രകൃതി ഭംഗിയും നമുക്ക് കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ രാത്രി കാഴ്ചകൾ ഇവിടെ വന്ന് ദൃശ്യമാകുന്ന കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയുക എന്നത് വളരെ ഭാഗ്യമായി തന്നെ കാണേണ്ടതാണ്. പകൽ രാത്രിക്ക് ഇവിടെ വഴിമാറുന്നു. ഇപ്പോൾ സമയം 6:45. ഇനിയുള്ള കാഴ്ചകൾ മാറിക്കൊണ്ടേയിരിക്കും. സൂര്യൻ മെല്ലെ മെല്ലെ അകന്ന് വഴിമാറുമ്പോൾ ആ രാത്രിക്കും ഇത്രത്തോളം സൗന്ദര്യമുണ്ടെന്ന് നമ്മുടെ കണ്ണിനെ വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ ഇവിടെ കണ്ട് ആസ്വദിച്ച് മുഖത്തേക്കെന്നോണം പറന്നുയർന്നു നിന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് അവിസ്മരണീയമായ കാഴ്ചകളിലേക്ക് അലിഞ്ഞു ചേരാം. സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരെ 360 ഡിഗ്രി വ്യൂ പോയിന്റ്. ശാസ്താംപാറയുടെ പാറകൾ പല തട്ടുകളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോ തട്ടുകളിൽ നിന്നും കാണുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. രാത്രിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ മനസ്സനുവദിക്കില്ലെങ്കിലും നമുക്കിവിടെ അനുവദിച്ചിരിക്കുന്ന സമയം 7:30 വരെയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്തിനകത്ത് വെച്ച് മാക്സിമം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും ആ കാഴ്ചകൾ മനസ്സിൽ പതിപ്പിക്കാനും പിന്നെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇവിടേക്ക് എത്തിച്ചേരാനും നമ്മൾ ആഗ്രഹിച്ചു കൊണ്ട് തന്നെ ഈ കാഴ്ചകൾ കണ്ട് നമുക്കിതിൻ്റെ നിർവൃതിയിൽ മടങ്ങി പോകുന്നതുവരെ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം. ജീവിത തിരക്കുകൾ മാറ്റിവെച്ചിട്ട് നാളെയാവാം ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴോ നടക്കാൻ പോകുന്ന ഒരു കാര്യമായി തന്നെ നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. എന്നാൽ അതിനിടയിൽ സമയം കണ്ടെത്തി ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുവാനും പ്രകൃതിയുടെ രാത്രികാല കുളിർക്കാറ്റേറ്റ് ഒരല്പസമയം സൂര്യനും ചന്ദ്രനുമൊപ്പം, പകലിനും രാത്രിക്കുമൊപ്പം, ഇരുളിനും വെളിച്ചത്തിനുമൊപ്പം നമുക്ക് എല്ലാം തരുന്ന ഈ പ്രകൃതിക്കൊപ്പം അല്പസമയം നമുക്ക് ആയിരിക്കാം. പകൽ രാത്രിയിലേക്ക് സഞ്ചരിക്കുന്ന യാത്രയിലേക്ക് കൂടെ കൂടാൻ അനേകം പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. കൂട്ടുകാർക്കൊപ്പമായാലും ഫാമിലിക്കൊപ്പമായാലും ഒറ്റയ്ക്കായിരുന്നാൽ തന്നെയും ഇവിടെ വന്നിരുന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചാൽ നമുക്കൊരിക്കലും ഒരു മടുപ്പും തോന്നുകയില്ല. കാരണം പകൽ രാത്രിയിലേക്ക് വഴിമാറുന്ന കാഴ്ചകൾ കാണാനായി ഇവിടെ ഒത്തിരി പേർ വന്നെത്താറുണ്ട്. ശാസ്താംപാറയും ശാസ്താക്ഷേത്രവും അതിനു ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്ന തിരുവനന്തപുരം സിറ്റിയിലെ ബിൽഡിങ്ങുകളുടെ ലൈറ്റുകളും എല്ലാം കൊണ്ടും തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത്. പാറയ്ക്ക് മുകളിലായുള്ള ഒരിക്കലും വറ്റാത്ത ആമ്പൽക്കുളത്തിലെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും രാത്രിയിൽ കാണുന്നത് വളരെ വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണ്. 7:30 വരെ നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പ്രകൃതിയിൽ അലിഞ്ഞു നിൽക്കാൻ സാധിക്കും. ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് മടങ്ങുന്ന വഴിയിൽ ഇവിടെ തന്നെ ശാസ്താംപാറയിൽ ഒരു കോഫി ഷോപ്പുണ്ട്. അവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ച് നമുക്ക് തിരികെ മടങ്ങിപ്പോകാം.